ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് 1/2 കപ്പ് വെള്ളം മതിയാകും. ഇനി ഇത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാനിവിടെ പാത്രത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് നിങ്ങൾക്ക് നേരിട്ട് കടായിലേക്ക് കട്ട് ചെയ്തിടുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മളിത് ഇടുമ്പോൾ അത് എല്ലാം കൂടെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് കട്ട് ചെയ്തിടുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ വെള്ളം ചൂടാകും, ഒരുമിച്ച് തന്നെ നമുക്കിത് അത് കട്ട് ചെയ്തിടുകയും ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കുറച്ച് ചെറിയ പീസായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇത് അരിപ്പയിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഒന്ന് പച്ചവെള്ളം ഒഴിച്ചൊന്ന് കഴുകി കൊടുക്കാം. അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 സവാള എടുക്കാം കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവാളയൊക്കെ എടുക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ കൂടുതലായിട്ട് 1 കപ്പ് എന്നുള്ള 2 കപ്പ് മാവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള എടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്പം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഉള്ളൂ. ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കവും നീളത്തിൽ കട്ട് ചെയ്ത്, ഇനി ക്യാപ്സിക്കം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂൺ വേണ്ട, അതിനെക്കാട്ടിയും കുറവ് മതി. കാരണം ഞാൻ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 1 കപ്പ് അളവിൽ ചിക്കൻ വേവിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ വേവിച്ച ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആദ്യമേ ചേർത്തത്. അപ്പം ഇതൊന്നും ചേർക്കാത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട അതിൻ്റെ ആ നടുക്ക് പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്താലും മതി. അത് ആദ്യമേ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഗോതമ്പിൻ്റെ ആ ഒരു പീസ് ഇങ്ങനെ കഴിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടം ആവത്തില്ല. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയും ഗോതമ്പ് പുട്ടും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല എളുപ്പമാണ്, മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കറിയൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ടിഫിനിലൊക്കെ കൊടുത്തു വിടാനും നല്ല എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഇനി ലഞ്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്